ഓറോവിൽ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലാണ് ഓറോവിൽ സ്ഥിതി ചെയ്യുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് കേവലം 10 കിലോമീറ്ററാണ് ഓറോവിലിലേക്കുള്ള ദൂരം. പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ പ്രധാന ഡെസ്റ്റിനേഷൻ ഓറോവില്ലായിരുന്നു. ഏകദേശം ഒരു 8:30 ഞങ്ങൾ ഓറോവിലിൽ എത്തിച്ചേർന്നു. ഗൂഗിള് കാണിച്ചു തന്ന വഴിയിലൂടെയൊക്കെ പോയി കുറച്ച് വഴിയൊക്കെ തെറ്റിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തുമ്പോൾ പാർക്കിംഗ് സ്പേസിൽ അപ്പോൾ തന്നെ ധാരാളം വണ്ടികൾ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്ന് അല്പദൂരം നടന്നിട്ട് വേണം ഓറോവിലിന്റെ പ്രധാന കവാടത്തിലോട്ട് എത്താനായിട്ട്. ആ നടപ്പാതയ്ക്ക് ഇരുവശവും വളരെ ഭംഗിയായി ഫലകങ്ങളിൽ ഓറോവിലിന്റെ ചരിത്രവും പ്രസക്തിയും ഒക്കെ ലേഖനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് ഓറോവിലിനെ പറ്റി ഒരു സാമാന്യ ധാരണയോടുകൂടി തന്നെ യാത്രികർക്ക് ഓറോവിലിലേക്ക് പ്രവേശിക്കാം. ഒരു സ്വപ്നം, അത് നിങ്ങളെ ഏതറ്റം വരെ കൊണ്ടുപോകും. ലോകമെമ്പാടും ധാരാളം മനുഷ്യനിർമ്മിതികൾ, സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായ മനുഷ്യനിർമ്മിതികൾ യാത്രക്കാരെ വിസ്മയിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവ പലരുടെയും സ്വപ്ന സാക്ഷാത്കാരമായിരുന്നിരിക്കും. എന്നാൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും ഒരു ആശയത്തിന്റെയും ഒക്കെ ചുവട് പിടിച്ച് ഒരു സാമൂഹിക വ്യവസ്ഥിതി തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണെങ്കിലോ അത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ പുറകെയുള്ള യാത്രയെക്കുറിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. 50 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 3000-ഓളം ആൾക്കാരാണ് ഇപ്പോൾ ഓറോവില്ലയ്ക്ക് അകത്ത് താമസിക്കുന്നത്. ഓറോവില്ല ഫൗണ്ടേഷൻ എന്ന ഗവേണിംഗ് ബോഡിയാണ് ഓറോവില്ലയെ നിയന്ത്രിച്ചു പോരുന്നത്. കഴിഞ്ഞ 60 വർഷക്കാലമായി ഓറോവില്ല പ്രകൃതിയോട് ചേർന്ന് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ നിരവധി ആശയങ്ങൾ ലോകത്തിന് കാണിച്ചു നൽകുന്നുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആർക്കിടെക്ചർ, ജൈവ കൃഷി, ഹോളിസ്റ്റിക് ലൈഫ്, വനവൽക്കരണം തുടങ്ങി നിരവധി ആശയങ്ങളുടെ വർക്കിംഗ് മോഡൽ ഓറോവില്ലയിൽ നമുക്ക് കാണാം. 300-ൽ പരം ഹരിത എന്റർപ്രൈസസുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ലോകത്തെ പല ഭാഗത്ത് ഇന്ന് പ്രചാരത്തിലുള്ള ജൈവ കൃഷി രീതികൾ ഇവിടെ ഉണ്ട്. 80-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഇതെല്ലാം പഠിക്കാനായി എത്തിച്ചേരുന്നുണ്ട്. ഇന്ത്യയിൽ ഒരാൾക്ക് 23 മരം എന്നതാണ് കണക്ക്. പക്ഷെ ഓറോവില്ലയ്ക്ക് അകത്ത് താമസിക്കുന്ന ഒരാൾക്ക് 3000 മരമുണ്ട്. ഇങ്ങനെ കണക്ക് പറയുമ്പോഴാണ് ഓറോവില്ലയുടെ ആ ഒരു വൃക്ഷനിബിഡതയുടെ ബാഹുല്യം നമുക്ക് മനസ്സിലാവുന്നത്. ഈ നടപ്പാത അവസാനിക്കുന്നിടത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സിന്റെ നിര തന്നെയുണ്ട്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയതിനാൽ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി നടത്താമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിന്റെ വെളിയിലിറങ്ങി ഇത്തിരി ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് ഒരു ഗാലറി പോലത്തെ ഒരു കെട്ടിടമാണ്. അതിനകത്ത് ഒരു മുറിയിൽ ചുമരിൽ മുഴുവൻ ഓറോവിലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. മറ്റൊരു മുറിയിലാകട്ടെ ഓറോവിലിന്റെ ഒരു ഐക്കൺ ഇമേജ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന, ഗൂഗിളിൽ ഓറോവിലിനൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇമേജ് ഇല്ലേ, സ്വർണ്ണ കളറിലെ ടോംബ് പോലത്തെ, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു വശത്തായിട്ട് വളരെ പ്രശസ്തമായ ഗാലക്സി പ്ലാൻ. ഈ ഓറോവിൽ ആദ്യം വിഭാവനം ചെയ്യുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ചവർക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. എവിടെയൊക്കെ റോഡുകൾ വരണം, എവിടെയൊക്കെ കെട്ടിടങ്ങൾ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായൊരു മാസ്റ്റർ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു. അതാണ് ഗാലക്സി പ്ലാൻ. ഈ ഗാലക്സി പ്ലാൻ ഫുള്ളി സക്സസ്ഫുൾ ആയോ, ഗാലക്സി പ്ലാൻ പോലെയാണോ ഇപ്പോൾ ഓറോവിൽ ഇരിക്കുന്നത്, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കണ്ടു മനസ്സിലാക്കാം. അങ്ങനെ നടപ്പാതയിൽ വെച്ചിട്ടുള്ള ഫലകങ്ങളിൽ നിന്നും ഗാലറിക്കകത്തെ വിവരണങ്ങളിൽ നിന്നുമൊക്കെ ഓറോവിലിനെ പറ്റി ഇതുവരെ കേൾക്കാത്ത കുറെ വ്യത്യസ്തങ്ങളായ അറിവുകളുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്രധാന പ്രവേശന കവാടത്തിലെ അടുത്തേക്ക് എത്തുന്നത്. ഓറോവിലിനകത്തൂടെ നമുക്ക് ബസ്സിൽ വേണമെങ്കിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാന പ്രവേശന കവാടത്തിന്റെ അവിടെ വെച്ച് നമുക്ക് ബസ്സിലാണ് പോകുന്നതെങ്കിൽ അതിനുള്ള ടിക്കറ്റുകൾ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഓറോവിലിനകത്ത് ഒത്തിരി കാഴ്ചകൾ നടന്ന് കാണാനുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നടന്ന് തന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സമയം ഏകദേശം 9:30 ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഓറോവില്ലയിൽ നല്ല ചൂടും ഉഷ്ണവും ഒക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. പോണ്ടിച്ചേരി ഞങ്ങൾ സീസണൊന്നും നോക്കിയായിരുന്നില്ല,
പോയത്. ഒരു ഓഫ് സീസണിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മരങ്ങളുടെ നിഴല് പറ്റി ഞങ്ങൾ അങ്ങനെ നടത്തം ആരംഭിച്ചു. ഓറോവില്ലക്കകത്ത് ഇതുപോലെ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷനിബിഡമാണെങ്കിലും നമ്മൾക്ക് അതിന്റെ ഇടയിലൂടെയൊക്കെ വളരെ സുഗമമായിട്ട് നമുക്ക് നടക്കാം. ചില സ്ഥലങ്ങളിൽ സാമാന്യം നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ സ്ഥലങ്ങളിലും നമുക്ക് ഈ വൃക്ഷത്തണലിൽ കൂടെ തന്നെ നടക്കാനായിട്ട് സാധിക്കും. 1960കളിലാണ് ഓറോവില്ല എന്ന സ്വപ്ന നഗരം രൂപകൽപ്പന ചെയ്യുന്നതും അതിന്റെ പണികളൊക്കെ ആരംഭിക്കുന്നതും. ആ സമയത്ത് ഈ സ്ഥലമൊക്കെ വല്ലാതെ ചുട്ടുപഴുത് വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. 3930 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് ഒരേ ഒരു ആൽമരം മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ ഒരു 60 വർഷക്കാലം കൊണ്ട് ഓറോവില്ലയിൽ ആകമാനം ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഇന്ന് അതൊരു വൃക്ഷനിബിഡമായ ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തു അവിടുത്തെ അന്തേവാസികൾ. യാതൊരു തരത്തിലുമുള്ള ജാതി, മത, വർണ്ണ വിവേചനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം, അതാണ് ഓറോവില്ല. ലോകത്തെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, ഓറോവില്യനായി ഇവിടെ താമസിക്കാം. ഇപ്പൊ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങൾ ഇല്ല, സാമ്പത്തിക ഉച്ചനീചത്വങ്ങളും ഇല്ല. ഇവിടുത്തെ അന്തേവാസിയായി കഴിയുന്നതിന് കേവലം ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ. നമ്മളാൽ കഴിയുന്ന വിധം സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുക, സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുക, മറ്റ് ഒഴിവു സമയങ്ങളിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് മാത്രമാണ് ഓറോവില്ലയിൽ താമസിക്കുന്നതിനുള്ള ഏക നിബന്ധന. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ അരവിന്ദ ഘോഷിന്റെ ആധ്യാത്മിക സഹയാത്രികയായിരുന്നു മിറ അൽഫാസ. പോണ്ടിച്ചേരി പണ്ട് ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. 1920കളിലൊക്കെ ധാരാളം ആൾക്കാർ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ സന്ദർശിക്കാനായി എത്തുക പതിവായിരുന്നു. അങ്ങനെ എത്തിയ മിറ അൽഫാസയും ഭർത്താവും ശ്രീ അരബിന്ദോ ഘോഷിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇന്ത്യയിലേക്ക് സ്ഥിര താമസത്തിനായി എത്തുകയും ചെയ്യുന്നു. മിറ അൽഫാസയാണ് ശ്രീ അരബിന്ദോ ഘോഷിന്റെ ആശയങ്ങളെയെല്ലാം കൊണ്ടുകൊണ്ട് ഒരു സ്വപ്ന നഗരം വിഭാവനം ചെയ്യുന്നത്. പുതിയ പ്രഭാതം എന്ന അർത്ഥം വരുന്ന ഓറോവില്ല എന്ന പേരും ആ പട്ടണത്തിന് അവർ നൽകി. ശ്രീ അരബിന്ദോ ഘോഷ് തന്നെ മിറ അൽഫാസെ ദ മദർ എന്നായിരുന്നു സംബോധന ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും പിന്നീട് തുടർന്ന് ഓറോവില്ലയിൽ താമസത്തിനായി എത്തിയവരും ഓറോവില്ലയുടെ ഭാഗമായവരുമൊക്കെ അവരെ മദർ എന്ന് സംബോധന ചെയ്തു തുടങ്ങി. 1960കളിൽ മദർ തന്റെ സ്വപ്നത്തെ പറ്റി റേഡിയോയിൽ കൂടെ സംസാരിക്കുമ്പോൾ അത് കേട്ട് ആവേശഭരിതരായി 5000-ലധികം പേർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഓറോവില്ലയിലേക്ക് എത്തിച്ചേർന്നു. അവരേവരും ചേർന്നാണ് ഓറോവില്ല എന്ന സ്വപ്ന നഗരത്തിന്റെ പണി ആരംഭിക്കുന്നത്. ഓറോവില്ലയിൽ ലോകത്തെ ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാം. യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇവിടെയില്ല, സാമ്പത്തിക ഉച്ചനീചത്വങ്ങളും ഇല്ല. ഓറോവില്ലയിൽ ഏത് ജോലിക്കും ഒരേ വേതനമാണ് നൽകുന്നത്. ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, തൂപ്പുകാരനാവട്ടെ, ഗാർഡനർ ആവട്ടെ, എല്ലാവർക്കും ഒരേ ശമ്പളം. ഈ ദേശത്തെ പറ്റി നാട്ടുകാർക്കിടയിൽ പ്രചരിക്കുന്ന വളരെ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഈ ദേശമാകെ ധാരാളം വൃക്ഷനിബിഡമായിരുന്ന ഒരിടമായിരുന്നു. നിറയെ മരങ്ങളും വൃക്ഷലതാദികളും തടാകങ്ങളും പച്ചപ്പും എല്ലാം ചേർന്ന വളരെ ഭംഗിയായ ഒരു സ്ഥലം. ഇവിടെ കൊഴുവേലി സിദ്ധർ എന്ന പേരുള്ള മഹാതാപസൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഉഗ്ര തപസ് അനുഷ്ഠിക്കുകയും ആ തപസ്സിന്റെ ചൂട് മൂലം സകല വൃക്ഷലതാദികളും കരിഞ്ഞുണങ്ങി പോവുകയും തടാകങ്ങളെല്ലാം വറ്റി വരളുകയും ചെയ്തു. ഇവിടെ തന്നെ വല്ലി എന്നു പേരായ ഒരു നർത്തകിയും താമസിച്ചു പോന്നിരുന്നു. ഇരുമ്പൈ ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്നു അവർ. യോഗിവര്യന്റെ തപസ് മൂലം ജീവജാലങ്ങൾക്ക് ആകമാനം ബുദ്ധിമുട്ടുണ്ടാകുന്നത് കണ്ട അവർ അദ്ദേഹത്തിന്റെ തപസ് മുടക്കാൻ തന്നെ തീരുമാനിച്ചു. കണ്ണടച്ചു നിന്ന് നീട്ടിപ്പിടിച്ച കൂപ്പുകയിൽ എന്താണോ വീഴുന്നത് അതായിരുന്നു അദ്ദേഹം ആഹരിച്ചിരുന്നത്. ഒരു ദിവസം നീട്ടിപ്പിടിച്ച കൈകളിൽ ഇലകൾ വീഴുന്നതിനൊപ്പം വല്ലി അല്പം ഉപ്പും ഭക്ഷണങ്ങളും എല്ലാം വെച്ചു കൊടുത്തു. ഇത് ആഹരിച്ച സിദ്ധർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കൂപ്പുകയുമായി നിൽക്കുന്ന നർത്തകിയെയാണ് കണ്ടത്. താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അവർ അദ്ദേഹത്തെ ബോധിപ്പിച്ചു. തന്റെ തപസ് മൂലം ജീവജാലങ്ങൾക്ക് ആകമാനം ബുദ്ധിമുട്ടുണ്ടാകുന്നതും പ്രദേശവാസികൾ ആകെ ദുരിതം അനുഭവിക്കുന്നതും മനസ്സിലാക്കിയ സിദ്ധർ തന്റെ തപസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വല്ലി അദ്ദേഹത്തെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി സകലമാന ബഹുമാനത്തോടെയും വിനയത്തോടെയും അദ്ദേഹത്തെ പരിചരിച്ചു. വളരെ പവിത്രമായ ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കാലം കടന്നുപോയി. അവിടെ വീണ്ടും ധാരാളം മരങ്ങളും വൃക്ഷലതാദികളും ഒക്കെ ഉണ്ടാവുകയും തടാകങ്ങളിലൊക്കെ നീർച്ചാലുകൾ വരികയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവിടെ മഴയും പെയ്തു. ഗ്രാമവാസികൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി. വല്ലിയും തന്റെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ ഇരുമ്പൈ ക്ഷേത്രത്തിൽ വെച്ച് നൃത്തമാടി. ആ നൃത്തത്തിന്റെ പാരമ്യത്തിൽ വല്ലിയുടെ ചിലങ്ക ഉതിർന്ന് പോയി. അതിലെ മണികളെല്ലാം തന്നെ പൊഴിഞ്ഞുപോയി. സിദ്ധർ മണികളെല്ലാം പെറുക്കിയെടുത്ത് അത് ചിലങ്കയാക്കി വീണ്ടും വല്ലിക്ക് സമ്മാനിച്ചു. പക്ഷെ ഇതിനെ ഗ്രാമവാസി
വിശ്വാസികളും മറ്റു സന്യാസി വര്യന്മാരുമൊക്കെ വളരെ മോശമായി വ്യാഖ്യാനിച്ചു. ഇതിൽ മനസ്സ് നൊന്ത കൊഴുവേലി സിദ്ധർ ഉഗ്രശാപം നൽകി. ഈ പ്രദേശമാകെ വീണ്ടും ഇരിഞ്ഞുണങ്ങി പോകുമെന്നും വെള്ളമെല്ലാം വറ്റി വീണ്ടും ഇവിടെ ഭയാനകമായ വരൾച്ചയുണ്ടാവുമെന്നും അദ്ദേഹം ശപിച്ചു. ശാപം കേട്ട് ഭയന്ന ഗ്രാമനിവാസികൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തിനോട് മാപ്പപേക്ഷിച്ചു. ശാപമോക്ഷത്തിനായി യാചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ലോകത്ത് നിന്ന് പല ആൾക്കാർ ഇവിടെ ഒത്തുചേരും. അവരേവരും ഒത്തുചേർന്ന് ഇവിടെ വീണ്ടും വൃക്ഷനിബിഡമായ ഒരു സ്ഥലമാക്കി മാറ്റും. കാലങ്ങൾക്ക് ശേഷം ഓറോവില്ല ഇന്ന് വൃക്ഷനിബിഡമായ ഒരു സ്ഥലമായി നിൽക്കുമ്പോൾ ഇവിടുത്തെ ഗ്രാമനിവാസികൾ പറയുന്നത് ഇവിടുത്തെ ഓരോ മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും വരെ ഓർമ്മകളുണ്ടെന്നാണ്. 60 വർഷങ്ങൾക്ക് മുമ്പ് മദറിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് മറ്റു വിദേശികളും ഇവിടെ എത്തുമ്പോൾ ഒരേ ഒരു ആൽമരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 60 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്, മനുഷ്യനിർമ്മിത വനമാണ്. ഞാൻ പറഞ്ഞില്ലേ 9:30 ആയപ്പോൾ തന്നെ ഓറോവില്ലയിൽ നല്ല ചൂടും ഉഷ്ണവും ഒക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന്. പക്ഷെ ആ ചൂട് പുറത്തെ ഗ്രാമത്തെക്കാട്ടിലും 3 ഡിഗ്രി കുറവാണ് എന്ന് അറിയുമ്പോഴാണ് ഓറോവില്ലയിലെ പച്ചപ്പുതപ്പിന്റെ ഒരു ബാഹുല്യം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. ചുറ്റും വേലിയൊക്കെ കെട്ടി ആൽമരം വളരെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ആ ആലിന്റെ ശാഖകളിൽ നിന്ന് ധാരാളം ആൽമരങ്ങൾ ആ പ്രദേശം ആകെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ദൂരം നടന്നു വന്ന ക്ഷീണവും തളർച്ചയും ഒക്കെ ആൽമര ചോട്ടിലിരിക്കുന്നതോടുകൂടി പമ്പ അടക്കും. ശാശ്വതമായ വിജ്ഞാനവും സ്ഥായിയായ പുരോഗതിയുമാണ് ഓറോവില്ലയുടെ മുഖമുദ്ര. ഇവയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പ്രതിഫലേച്ഛയില്ലാതെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് സാഹോദര്യത്തോടെ കഴിയുക, ഇതാണ് ഓറോവില്ല മുന്നോട്ട് വെക്കുന്ന ആശയം. ആൽമരത്തണലിരുന്ന് കുറെ നേരം വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ദൂരെയായി വളരെ തിളക്കമുള്ള ആ മകുടം കാണാൻ സാധിച്ചു. മാതൃമന്ദിറായിരുന്നു അത്. മാതൃമന്ദിറിന്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ മുൻകൂട്ടി അനുവാദമെല്ലാം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളിയിൽ നിന്നാണ് മാതൃമന്ദിർ കണ്ടത്. ആ മന്ദിറിനോടനുബന്ധിച്ചൊരു ധ്യാന കേന്ദ്രവും ആംഫി തിയേറ്ററും ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ പുറത്തെ ഫലകങ്ങളിൽ നിന്നൊക്കെ വായിച്ചു മനസ്സിലാക്കിയിരുന്നു. ദൂരെ നിന്നുള്ള മാതൃമന്ദിറിന്റെ ആ ഒരു വ്യൂ തന്നെ വളരെ മനോഹരമാണ്. സൂര്യരശ്മികളേറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ മകുടം ശരിക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കും. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വിപുലമായ ഉഷ്ണമേഖല വനപ്രദേശമാണ് ഓറോവില്ല. 60 വർഷക്കാലം കൊണ്ട് ഓറോവില്ലയിലെ അന്തേവാസികൾ കുറെ യൂറോപ്യൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ആ ആശയങ്ങളുടെ എല്ലാം വർക്കിംഗ് മോഡലുകൾ നമുക്ക് ഓറോവില്ലയിൽ ചെന്ന് നേരിട്ട് കാണാം, പഠിക്കാം, മനസ്സിലാക്കാം. ആ മന്ദിറിന്റെ അകത്ത് കയറാൻ സാധിക്കാത്തതിലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിലും ഞങ്ങൾക്ക് ഒരുപാട് നിരാശ തോന്നി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഗാലക്സി പ്ലാനിനെ പറ്റി പറഞ്ഞിരുന്നുവല്ലോ. ആ ഗാലക്സി പ്ലാൻ പ്രകാരം ഈ മാതൃമന്ദിറാണ് ഓറോവില്ല എന്ന പട്ടണത്തിന്റെ സെന്റർ. അതിനെ ചുറ്റിപ്പറ്റിയാണ് പ്രധാന വീഥികളും കെട്ടിട സമുച്ചയങ്ങളും എല്ലാം വരുന്നത്. ആദ്യം ഈ ഗാലക്സി പ്ലാൻ രൂപകൽപ്പന ചെയ്തത് മദറിന്റെ തന്നെ കൊച്ചുമകനായിരുന്നു. പിന്നീട് വേറെ പല ആർക്കിടെക്ടർമാരുടെയും കോൺട്രിബ്യൂഷൻസ് അതിലോട്ട് ഉണ്ടായിട്ടുണ്ട്. ഗാലക്സി പ്ലാനിൽ കാതലായ മാറ്റങ്ങളും പിന്നീട് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ഗാലക്സി പ്ലാൻ അവിടെ പൂർണ്ണമല്ല. ഗാലക്സി പ്ലാൻ പ്രകാരമുള്ള കെട്ടിട സമുച്ചയങ്ങളും മറ്റ് നിർമ്മിതികളും എല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫോട്ടോസൊക്കെ എടുത്ത് നിരാശയോടെ ഞങ്ങൾ തിരിച്ചു നടക്കാൻ ആരംഭിച്ചു.